ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്കു ചൂണ്ടിയ വ്ലോഗർ പോലീസ് കസ്റ്റഡിയിൽ. കണ്ണൂർ കല്യാശ്ശേരി സ്വദേശി തൊപ്പി എന്നറിയപ്പെടുന്ന മുഹമ്മദ് നിഹാലാണ് പിടിയിലായത്. വടകര ബസ് സ്റ്റാൻഡിൽ നിന്നും എയർ പിസ്റ്റൺ സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുകയായിരുന്നു. കോഴിക്കോട് നിന്നും രമ്യ ദാസാണ് ചേരുന്നത്. രമ്യ, എന്താണ് ഇതിനുള്ള ഒരു പ്രകോപനം? ഇതിൽ ഏത് രീതിയിലാണ് നടപടി എടുത്തിരിക്കുന്നത്? സ്വാതി, ഈ സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ഈ തോക്ക് ചൂണ്ടിയ കേസിലാണ് ഇപ്പോൾ ബ്ലോഗറായിട്ടുള്ള തൊപ്പി എന്ന മുഹമ്മദ് നിയാലിനെ വടകര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വടകര ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൾ ആയിരുന്നു ഇത്തരത്തിൽ ബസ് തൊഴിലാളികൾക്ക് നേരെ ഇയാൾ ചൂണ്ടിയത്. ഇന്ന് വൈകിട്ട് 5:30 ഈ സംഭവം ഉണ്ടാവുന്നത്. അതായത് വടകര കൈനാട്ടി ദേശീയപാതയിൽ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ഈ നിഹാലിന്റെ കാറും അതുപോലെ തന്നെ അതേ ദിശയിൽ തന്നെ സഞ്ചരിച്ചിരുന്ന ബസ്സും തമ്മിൽ നേരിയ തോതിൽ ഉരസുന്നുണ്ട്. ഇതിനുശേഷം ഇവർ വാക്കുതർക്കമുണ്ടാകുന്നു. തുടർന്നാണ് ഈ ബസ്സിനെ പിന്തുടർന്നുകൊണ്ട് വടകര ബസ് സ്റ്റാൻഡിലെത്തുകയും ഈ ബസ് തൊഴിലാളികളുമായി വാക്കുതർക്കമുണ്ടാവുകയും ചെയ്യുന്നത്. ഇപ്പോഴാണ് ഇത്തരത്തിൽ ഈ തോക്ക് ചൂണ്ടി ബസ് തൊഴിലാളികൾക്ക് നേരെ ഈ കയർക്കുന്നത്. ഈ തുടർന്നുണ്ടായ സംഭവത്തിൽ ബസ് തൊഴിലാളികളാണ് ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ നിഹാൽ ഉള്ളത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഒന്നും ഈ ബസ് തൊഴിലാളികളോ മറ്റോ പോലീസ് സ്റ്റേഷൻ നൽകിയിട്ടില്ല. ഈ പരാതി നൽകുകയാണെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ വടകര പോലീസ് അറിയിച്ചിട്ടുള്ളത്. സ്വാതി. ശരി രമ്യ, തൊപ്പി എന്നറിയപ്പെടുന്ന വ്ലോഗർ മുഹമ്മദ് നിഹാലാണ് ഇപ്പോൾ തോക്കു ചൂണ്ടി എന്നുള്ള ഒരു കേസിൽ സംഭവത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. ബസ് തൊഴിലാളികൾക്ക് നേരെയാണ് ഇപ്പോൾ തോക്ക് ചൂണ്ടിയത്.